മർക്കസ് കുല്യ വിദ്യാർത്ഥികളുടെ ആർട്സ് ഫെസ്റ്റായ ഖാഫ് പുരോഗമിക്കുന്നു. വരൂ നമുക്ക് ആ മനോഹരമായ കാഴ്ചകൾ കാണാം. 1000-ലേറെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 200-ൽ പരം മത്സരങ്ങൾ ഖാഫിന്റെ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഖാഫിന്റെ വേദിയിലേക്ക് കടക്കുന്ന തുടക്ക ഭാഗത്ത് ഇവിടുത്തെ കുട്ടികളുടെ കലാപരമായ മനോഹരമായ എത്തുകൾ രണ്ടു ഭാഗത്തും ചേർത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഫോളോവേഴ്സിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് അഹദുൽ അബക്കിന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അവിടെ നിന്ന് ചോദിച്ചു നോക്കാം. ബിസ്മില്ലാ. അടിപൊളി, നല്ല സ്മെല്ലാണ്. പേര് മുഹമ്മദ് മിദ്ലാജ്, നാട് മാവൂര്. പേര് മുഹമ്മദ് അനസ്, നാട് പട്ടാമ്പി. അഹദുൽ അബക്കിന്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ? വളരെ ഉഷാറാണ്, നല്ല സ്മെൽ, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളെ അത്ര ഖാഫിന്റെ വേദിയിൽ പ്രധാനമായി പാറിക്കൊണ്ടിരിക്കുന്ന 5 കൊടികളെയാണ് നാം കാണുന്നത്. ഈ 5 കൊടികളും 5 ടീമുകളെയാണ് സൂചിപ്പിക്കുന്നത്. അരിത്തിയോൺ, നെക്രിയോൺ, ലഗാറിയോൺ, സഫാരിയോൺ, ഇനാരിയോൺ. വരൂ ഇനി നമുക്ക് ഖാഫിന്റെ പ്രധാന വേദിയിലേക്ക് കടക്കാം. ഖാഫ് അങ്ങാടിയിലെ നമ്മുടെ സുഹൃത്തിനോട് അങ്ങാടിയെ കുറിച്ച് അന്വേഷിക്കാം. ഹലോ ഉസ്താദ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ഖാഫ് വേദിയിലെ അങ്ങാടി എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, ഉഷാറാണ്, ഫുൾ ടേസ്റ്റി, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇവിടുത്തെ ജ്യൂസ് മേക്കറെ സംസാരിക്കാം. ഹലോ ഉസ്താദ്, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അജ്മൽ, ഐക്യരപടി കുറയാടം. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ബൂസ്റ്റ് കുലുക്കി. സ്പെഷ്യൽ ഐറ്റം ഏതാണ്? സ്പെഷ്യൽ ബൂസ്റ്റ് കുലുക്കി, ഹോർലിക്സ് കുലുക്കി, ബദാം കുലുക്കി, മൊജിറ്റോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പൈനാപ്പിൾ എല്ലാം. അടിപൊളി. നമ്മൾ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞു. അടിപൊളി, ഒരു രക്ഷയില്ല. ഖാഫ് മത്സരാർത്ഥികൾ ഒരുക്കുന്ന ഹിജ്റ എക്സ്പോ, ഹിജ്റയുടെ ഓരോ ഘട്ടങ്ങളെയും മനോഹരമായി വ്യക്തമാക്കി തരുന്ന ഹിജ്റ എക്സ്പോ ഒരു കാണാം. ഹിജ്റയുടെ പ്രധാന കിതാബുകൾ, പുസ്തകങ്ങളാണ് ഈ ചുമരിൽ വച്ചിരിക്കുന്നത്. ഇതില് ഹിജ്റിന്റെ മാത്രം പ്രതിപാദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് കിട്ടിയത് പിന്നെ കിതാബുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. അദർബുൽ അംബിയ, തരീഖുൽ ഹജ്ജ് നബവി, വാരിദുൽ കരീം, അങ്ങനെ കുറച്ച് കിതാബുകൾ അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കാണാൻ കഴിയുന്നത് ഹിജ്റയുടെ മൊത്തത്തിൻ്റെ റൂട്ട് മാപ്പാണ്. ഇതിൽ സ്കാനർ കാണാൻ കഴിയും. അതായത് ഹിജ്റ മൊത്തത്തിൽ നടന്ന് 400 കിലോമീറ്ററാണ്. സാധാരണ കിലോമീറ്റർ 350 കിലോമീറ്ററാണ്. പക്ഷേ റസൂലുള്ളാഹി ശത്രുക്കളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായത് 400 കിലോമീറ്റർ സഞ്ചരിച്ച് മദീനയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെ 40 സ്പോട്ടുകൾ, അതായത് എവിടെ വെച്ചാണ് ഈ മാപ്പ് അവസാനിക്കുന്നത്, ഈ റൂട്ട് മാപ്പ് കൊടുത്തിട്ടുള്ളത്. അത് ഓരോന്നിനും കണ്ടന്റും കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതൽ അറിയാൻ വിഷ്വൽസായി കാണാനാണെങ്കിൽ ആ QR കോഡ് സ്കാൻ ചെയ്താൽ കൂടുതൽ കാണാനും കഴിയും. ആ രൂപത്തിലാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിർമ്മിതിയോടെ എന്താക്കിയത് നമ്മളിതിൽ ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഓരോ മലഞ്ചെരിവുകളെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 5ഓളം വരുന്ന ടീമുകൾ ഉണ്ടാക്കിയ ഹിജ്റ എക്സ്പോ ആണ് നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിജ്റയുടെ ഓരോ ഘട്ടത്തെയും വ്യക്തമാക്കി പറയുന്ന മത്സരമാണിത്. വിദ്യാർത്ഥികളെ വായനാ ശീലമുള്ളവരാക്കുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടി ഖാഫ് ഒരുക്കിയ ബുക്ക് ഫെയറിലേക്കാണ് നാം കടക്കുന്നത്. നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ ഉസ്താദിൻ്റെ ഓർമ്മക്കൂട് എന്ന പുസ്തകം നഗരിയിലെ പുസ്തക ശേഖരങ്ങളിൽ ഒന്നാണ്. റഫീഖ് തിരുവല്ലൂരിൻ്റെ ഗസയുടെ മക്കൾ ആൻ ഫ്രാങ്കിനോട്, ഇതും നഗരിയിലെ പുസ്തക ശേഖരങ്ങളിൽ പ്രധാന പുസ്തകമാണ്. ഖാഫിന് മത്സരിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രോത്സാഹനമായി കൊടുക്കുന്ന ഡയറിയും ഒരു അവാർഡ്. വിജയികളായ വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണ പോയിന്റാണ് ഈ കാണുന്നത്. മർക്കസിലെ വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസത്തിനും അവർക്ക് വേണ്ടുന്ന സഹായം എത്തിക്കുക എന്ന നിലക്ക് ഒരുക്കിയ ഒരു കൗണ്ടറാണ്. നമുക്ക് നമ്മുടെ അഹദുൽ അബക്കിന്റെ വക ഇതിലേക്ക് ഒരു സഹായം എത്തിക്കാം. ഖാഫിന്റെ കരിയർ പ്ലാനിങ് ഇവിടെയുള്ള നമ്മുടെ പ്രധാന സാറിനോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊന്ന് ചോദിച്ച് അന്വേഷിക്കാം. ഇവിടെ ഓരോ വിദ്യാർത്ഥികൾ വന്നപ്പോൾ കൂടുതലായും അതായത് ഏത് ഫീൽഡിനെ കുറിച്ചാണ് ചോദിച്ചത് ഒന്ന് ഷോർട്ടായിട്ട് പറയാം. പ്രത്യേകിച്ചും മുത്താലിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് ഫീൽഡുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്ക് വേണ്ടപ്പെട്ട ഒരു ഫീൽഡിനെ കുറിച്ച് പറയാൻ പറ്റും? നിലവിൽ കൂടുതൽ ആളുകളും ടീച്ചിങ് മേഖലയാണ് ഒട്ടുമുക്കാലും
വരുന്ന ആളുകളുള്ളത്. കാരണം ഓൾറെഡി അവർ ഇറങ്ങിയിട്ടുള്ളൊരു മേഖല അതായതുകൊണ്ട് ആ ലെവലിൽ പ്രത്യേകിച്ച് കോളേജ് പ്രൊഫസർമാരായിട്ട് എങ്ങനെ പോവാം, അതേപോലെ തന്നെ സ്കൂൾ ടീച്ചേഴ്സായിട്ട് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഒട്ടുമുക്കാൽ ആളുകളുടെയും ചോദ്യം. പിന്നെ വളരെ അപൂർവം ആളുകൾ, കാരണം അവർക്ക് കൃത്യമായൊരു പ്ലാനിങ് ഇല്ല. നിലവിൽ അവർ ഈ ഒരു റൂട്ടിലേക്ക് വന്നെത്തിയതാണ്. ഇനി ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് എനിക്ക് കുറച്ചുകൂടി പറയാനുള്ളത്, നിലവിൽ പ്രത്യേകിച്ച് ഉസ്താദുമാർ എന്നുള്ള നിലക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ദേവ മേഖലയിൽ ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് അത് തന്നെയാണ് അവരുടെ പ്രൈമറി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൂടെ സ്കിൽ ബേസ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പല ടൈപ്പ് സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. ലാംഗ്വേജ് സൈഡിലായാലും ഇനി നമ്മളെ അഡ്മിനിസ്ട്രേഷൻ സൈഡായാലും പിന്നെ അതേപോലെ സൈക്കോളജിക്കൽ ഏരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകളുണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകളൊക്കെ ചെയ്യുകയും അതിൻ്റെ കൂടെ ഈ ദേവാ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ ഒരു സൈഡ് ഇൻകം ആയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് അവർക്ക് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ ഗവൺമെൻറ് മേഖലകൾ വൈഡായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. തല്യം എന്നുള്ള നിലക്ക് നമുക്ക് അങ്ങനെ അങ്ങോട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു പ്രയാസം ആ ലെവലിലുണ്ട്. ഇതാണ് ഖോഫിന്റെ പ്രധാന വേദി. ഇത് കുല്യ വിദ്യാർത്ഥികൾ തന്നെ ഉണ്ടാക്കിയതാണ്. ഖോഫ് ഓക്ടോ എഡിഷൻ ഒരു ക്ലിക്ക് ആയാലോ? ഈ കണ്ട ഒന്നാം വേദി മാത്രമല്ല, ഇതിനപ്പുറം 2ഉം 3ഉം വേദികളുണ്ട്. അത് നാം കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കൂടുതലാകണമെന്ന് വെച്ചിട്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.